റേപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്നത് ഒന്നാം പ്രതി മാത്രമാണ്. അപ്പോൾ അയാൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്നും പറയുന്നുണ്ട്. ശിക്ഷകൾ വന്നിട്ടില്ല, പക്ഷേ പല കേസിലും അയാൾ പ്രതിയുമാണ്. അപ്പോൾ അയാൾക്കും ഈ ബാക്കി 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എന്തുകൊണ്ട് ഒരേ ശിക്ഷ തന്നെ വന്നു എന്നുള്ളത് അത് വ്യക്തമായിട്ടില്ല. അതിൽ ജഡ്ജ്മെൻറ്റിൽ എന്താണ് അതിനെപ്പറ്റി പരാമർശിക്കുന്നതെന്ന് അറിയാതെ നമുക്കത് ഒരു അന്തിമമായിട്ട് നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. ഏതായാലും ശിക്ഷ കുറവാണെന്നുള്ളത് ജനവികാരമാണ്. അപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണ അവസ്ഥയിൽ വന്നപ്പോൾ ഇതിനകത്തുള്ള ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം. ഇതിൻ്റെ ഫസ്റ്റിൽ ഇത് കേസ് അന്വേഷിച്ചിരുന്ന ദിനേന്ദ്ര കശ്യപ് എന്ന് പറഞ്ഞ IG ആയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ബി സന്ധ്യ ADGP ഇതിനകത്ത് വന്നത്. അപ്പോൾ അവരൊരു കൂട്ടായ്മയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ദിനേന്ദ്ര കശ്യപ് എന്ന് പറയുന്ന ഓഫീസർ, ഞാൻ അദ്ദേഹത്തിനൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. വളരെ സത്യസന്ധനായ ഒരു നല്ല ഓഫീസറാണ് അദ്ദേഹം. അപ്പം ഒരു മാൽ പ്രാക്ടീസുകൾക്കോ മറ്റു കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ ഈ അന്വേഷണ സമയങ്ങളിൽ എന്തൊക്കെ ഇതിനകത്ത് പാളിച്ചകളുണ്ടായി അതൊക്കെ മറ്റു കാര്യങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ അതിന് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഉള്ളത് ഇപ്പോൾ ചാനലുകളിൽ വന്ന ചർച്ചകളും ജനങ്ങളുടെ ഇതിനകത്തുള്ള ഈ പിന്നെ രോക്ഷവും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കാര്യങ്ങൾ അറിയത്തുള്ളൂ. അപ്പോൾ അത് ഏത് വിധത്തിലാണെന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവർക്കത് വിശദീകരിക്കാൻ സാധിക്കത്തില്ല. കോടതിയാണ് ആ ജഡ്ജ്മെൻറ്റിനകത്ത് ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ചാർജ് ഫ്രെയിം ചെയ്ത് കോടതിയുടെ മുമ്പിലാണ് എത്തുന്നത്. പോലീസിൻ്റെ ഈ ഇത്രയും അന്വേഷണത്തിൻ്റെ ഈ പറഞ്ഞ നേരത്തെ ഇവിടെ സംസാരിച്ച അഭിഭാഷക പറഞ്ഞ പോലെ റെക്കോർഡുകളും ബാക്കി തൊണ്ടി മുതലുകളും സാക്ഷിമൊഴികളും ഇതെല്ലാം കോടതിയുടെ മുമ്പിൽ എത്തിച്ചിട്ട് അതിൽ നിന്ന് ഇത് പ്രതികൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നുള്ളതിനെപ്പറ്റി തീരുമാനിക്കാനുള്ള അധികാരം ജഡ്ജിക്കാണുള്ളത്. അത് ജഡ്ജി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ജഡ്ജ്മെൻറ്റ് വായിക്കേണ്ടി വരും. അത് വായിക്കാതെ നമുക്കതിന് ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് പറയാൻ സാധിക്കില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, അഡ്വക്കേറ്റ് ശ്രീജിത്ത്.